Hello, Assalamu alaikum. Welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് എങ്ങനെ പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നത് എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അതിനു മുന്നേ എ ബിഗ് താങ്ക്സ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് എടുക്കുന്നത് ഒരു അര കപ്പ് എടുക്കുന്നത്. നുറുക്ക് ഗോതമ്പ് നമുക്ക് രണ്ട് തരത്തിൽ കിട്ടും. വലിയ നുറുക്ക് ഗോതമ്പ് ഉണ്ടാവും, വളരെ ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ടുള്ളത് ഉണ്ടാവും. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ക്രിസ്റ്റൽ ടൈപ്പിലുള്ളതാണ്, ചെറിയ നുറുക്ക് ഗോതമ്പ് എടുത്തേക്കുന്നത്. അതൊരു അര കപ്പിൻ്റെ ആട്ടോ എടുക്കുന്നത്. പിന്നെ വേണ്ടത് നെയ്യാണ്. നെയ്യ് ഒരു 1/4 കപ്പൊക്കെ എടുത്തിട്ടുള്ളൂ, അത്രത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ എടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 2-3 പീസ് എടുത്ത് വെച്ചേക്കുന്നത്. അത്രയും മധുരം ഈ ഒരു അര കപ്പ് നുറുക്ക് ഗോതമ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ആവശ്യമായിട്ട് വരുന്നുള്ളൂ. മധുരം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് ഫ്രഷ് മിൽക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 4 കപ്പ് ഫ്രഷ് മിൽക്ക് എടുത്ത് വെച്ചേക്കുന്നത്. നമ്മൾ ഈ തേങ്ങാപ്പാലൊന്നും എടുക്കുന്നേ ഇല്ല ഇവിടെ. അപ്പോൾ ആ ഒരു എഫേർട്ടും ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ പറ്റും. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയാൽ മാത്രമേ പായസം നല്ലതാവത്തുള്ളൂ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഈ പാലിലുണ്ടാക്കി നോക്കും. ഇപ്പോൾ തേങ്ങാപ്പാലിൽ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ പാലിലൊന്ന് ചെയ്ത് നോക്കും. അപ്പോൾ അതിന് ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഒരു 3 കപ്പ്. പിന്നെ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കായ ഒരു 3-4 പീസൊക്കെ. അത് ഞാൻ ഒരു ഇങ്ങനെ കംപ്ലീറ്റ്ലി പൊടിയാക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാമല്ലോ. ഇവിടെ കുട്ടികൾക്കൊന്നും അങ്ങനെ കടിക്കുമ്പോഴത്തേക്കിനും അത്ര ഇഷ്ടമല്ല. അപ്പം ആ ലാസ്റ്റ് ഞാൻ ആക്കി കഴിയുമ്പോൾ എടുത്ത് മാറ്റും. പിന്നെ ഉള്ളത് സാഫ്രോണാണ്. സാഫ്രോൺ അത് ഓപ്ഷണലാട്ടോ, ഇത് വേണമെന്നൊന്നുമില്ല. അതിൻ്റെ കുറച്ച് ആ ഒരു നാര് പോലെ വരത്തില്ലേ കുങ്കുമപ്പൂവ്, അപ്പോൾ അത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ തന്നെ ചേഞ്ച് ആവും പായസത്തിൻ്റെ, അതുപോലെ അതിൻ്റെ ഫ്ലേവറും മുന്നിൽ നിൽക്കും. അപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ. അത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എൻ്റെ ഉണ്ട്. പിന്നെ അതൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് വാൾനട്ടാണ് ഉള്ളത്. വാൾനട്ടും ഈ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരുപാട് ചെറിയ പീസ് ആക്കണ്ട, കുറച്ചൊന്ന് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പായസത്തിൽ. അത് എപ്പോഴാണ് ഇടുന്നതെന്നുള്ളത് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ അതുപോലെയുള്ളത് റോസ് വാട്ടർ എടുത്തേക്കുന്നതും ഒരു 1 ടീസ്പൂണൊക്കെ എടുക്കുന്നുള്ളൂ. അതും കൂടി പോകരുത്, നല്ല മണമാണ് റോസ് വാട്ടർ ഇടുമ്പോഴത്തേക്കിനും. പിന്നെ ഉള്ളത് വെള്ളം ഞാനൊരു 3 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ നുറുക്ക് ഗോതമ്പ് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വറുത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് അതിന് ശേഷമാണ് ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ച് നേരം സോക്ക് ചെയ്യുന്നത്. അങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ അത് വേവുന്നതിനുള്ള സമയം എടുക്കുന്നത് കുറവുമായിരിക്കും. അതുപോലെ ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടിയും അത്ര ഒരു ടൈമും എഫേർട്ടും ഒന്നും വേണ്ടി വരുന്നില്ല, കാരണം ഫ്രഷ് മിൽക്കിലല്ലേ ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ ഏറ്റവും ലാസ്റ്റ് നോർമലി നമ്മൾ പായസം ഉണ്ടാക്കുമ്പോഴത്തേക്കിനും കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഇങ്ങനെ നെയ്യിൽ വറുത്തിടത്തല്ലേ, അതും ചെയ്യുന്നില്ല ഇവിടെ. അപ്പോൾ എന്താ ലാസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടു നോക്കുക. അപ്പോൾ അത് കാരണം തന്നെ ഒരു 1/4 കപ്പ്, മാക്സിമം 1/4 കപ്പ് നെയ്യുടെയൊക്കെ ആവശ്യമുള്ള നമുക്ക് നുറുക്ക് ഗോതമ്പൊന്ന് മൂപ്പിക്കാൻ വറുക്കാൻ വേണ്ടിയുള്ള അത്രയും നെയ്യ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കുക്കറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുക്കർ വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിനും നെയ്യ് ഒഴിച്ചു കൊടുക്കും. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളുടെ എടുത്ത് വെച്ചേക്കുന്ന നുറുക്ക് ഗോതമ്പുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിക്കും. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും അത് ഓഫ് ചെയ്തിട്ട് ആ നുറുക്ക് ഗോതമ്പ് എടുത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെള്ളമില്ലേ, 3 കപ്പ് വെള്ളം, ആ വെള്ളത്തിലേക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് വറുക്കുന്ന സമയത്ത് ചെറിയ തീയിലിട്ട് വേണം വറുക്കാൻ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കരിഞ്ഞങ്ങ് പോവും. നമ്മൾക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു സിമ്മിലിട്ടിട്ട് ഇത് മൂപ്പിച്ചാലും മതി. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, 3 കപ്പ് വെള്ളം, അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചേക്കുക. എന്നിട്ട് അങ്ങനെ ഒരു 2 മണിക്കൂർ, ഒരു 3 മണിക്കൂറൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, മാക്സിമം ഒരു 2 മണിക്കൂറൊക്കെ അതൊന്ന് സോക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷമാണ് നമ്മൾ എടുത്തിട്ട് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ആ പായസം വേവാൻ എടുക്കുന്ന സമയം കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെയ്യിൽ ആദ്യം വറുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിനും ഈ ഗോതമ്പെല്ലാം കൂടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇനി ഒരു 2 hours കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കാം. ഇനി നമ്മൾ കുക്കർ ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ കാണിച്ചില്ലേ 4 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. പാല് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്.
നല്ലതുപോലെ ഒന്ന് പാല് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന നുറുക്ക് ഗോതമ്പില്ലേ അത് ആ വെള്ളത്തോടു കൂടി തന്നെ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കും. വെള്ളം കളയണ്ട, ഡ്രെയിൻ ചെയ്യുമൊന്നും വേണ്ട, സെയിം വെള്ളത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുക്കർ അടച്ചു വെക്കും. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്കായ അതിങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇട്ട് കൊടുക്കും. നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ അതിങ്ങനെ പൊടിച്ച് ഒരുപാട് ക്രഷ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി കുക്കർ അടച്ചിട്ട് ഒരു 2-3 വിസിലൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്കത് ഓഫ് ചെയ്യാം. ആ ടൈമിൽ തന്നെ നമ്മൾ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ശർക്കര ഒന്ന് പാനിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഈ ശർക്കര ഇട്ട് കൊടുത്ത് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ ശർക്കര പാനിയാക്കാനായിട്ട്. നമുക്ക് ഒന്ന് ഉരുകി വരാൻ വേണ്ടി മാത്രമുള്ള അത്രയും വെള്ളം എടുത്താൽ മതി. അപ്പോൾ ഈ കുക്കറിൻ്റെ വിസിൽ വരുന്ന സമയമാകുമ്പോഴത്തേനും ശർക്കര പാനിയും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ കുക്കർ ഒരു 3 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ അതുപോലെ അതിൻ്റെ ആ ഒരു എയർ തന്നെ പോട്ടെ. ആ ടൈമിൽ നമ്മുടെ ശർക്കര പാനിയും ഒരുവിധം റെഡി ആയിട്ടുണ്ടാവും. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് കുറുകട്ടെ. ആ ടൈമിൽ നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോഴത്തേക്കിനും ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. കാരണം എന്തെങ്കിലും കല്ല് വെല്ലം ശർക്കരയിലുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് അരിച്ചൊഴിക്കുന്നത്. കുറച്ചും കൂടെ ഡാർക്ക് കളറിലെ ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടെ കളർ കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊരു മീഡിയം കളറൊക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഒത്തിരി ഡാർക്ക് കളർ പായസത്തിന് വരാത്തത്. അതേസമയം ചില ശർക്കര നല്ല ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് കളറായിരിക്കും പായസം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിനും. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സാഫ്രോൺ ഇട്ട് കൊടുക്കും. അത് ഒത്തിരി ഒന്നും വേണ്ട, അതിൻ്റെ ഒരു നല്ല ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ് സാഫ്രോൺ ഇടുന്നത്. കാരണം സാഫ്രോൺ ആഡ് ചെയ്താൽ ഒരുപാട് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ കളർ തന്നെ ചേഞ്ച് ആവും. ഇനി ഈ പായസം നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകട്ടെ കേട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് കട്ടിയാവാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. കാരണം പായസം എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അത് തന്നെ ഇരുന്നൊന്ന് കുറുകുകയും കൂടെ ചെയ്യും. അപ്പോൾ ഒന്ന് ഒരുവിധം കുറുകി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇപ്പോൾ ഒരുവിധം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ വാൾനട്ട്സ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് നുറുക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അത് നമ്മൾ നെയ്യിലൊന്നും വറുക്കുന്നൊന്നുമില്ല, ഇട്ട് കൊടുത്താൽ മാത്രം മതി. അന്നേരം നമ്മൾ ഈ പായസം കുടിക്കുമ്പോഴത്തേക്കിനും കുറച്ച് ഇതിലിങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്, ഒരു ഡിഫറെൻ്റ് ആണ്. സാധാരണ നമ്മൾ ഈ നെയ്യിൽ വറുത്ത കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ അല്ലേ ഇടുന്നത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് പായസം ഉണ്ടാക്കുമ്പോഴും ഇതൊരു ഡിഫറെൻറ്റ് വേ അല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണേ. പിന്നെ ഈ പായസം നമ്മൾ എടുക്കുന്ന സമയത്ത് കട്ടിയാകുവാണ് അത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഈ പായസം ചൂടോടെയോ തണുപ്പിച്ചോ വിളമ്പാം. പിന്നെ എല്ലാ റെസിപ്പിയിലും ഞാൻ പറയുന്ന കപ്പ് എന്ന് പറയുന്നത് മെഷറിംഗ് കപ്പാണ് കേട്ടോ, സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പ്. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കാനും മറക്കല്ല. പിന്നെ അതുപോലെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.